ആടെവിടെ 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 പാപ്പാനെ? സഹൃദയരെ കലാസ്നേഹികളെ, നക്ഷൽ എന്നത് നിങ്ങൾ സാധാരണഗതിയിൽ കണ്ടുവരുന്ന സ്ഥിരം റോസ്റ്റ് അല്ല എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഗതികേട് എനിക്ക് വീണ്ടും ഭുജാതനായിരിക്കുകയാണ്. ദയവായ റോസ്റ്റ് പോലെ നക്ഷലിനെ കാണരുതേ എന്ന് ഈ ഉള്ളവൻ ഉള്ളം കൈ മലർത്തി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരൊറ്റ ശത്രു, ദി ഓർഗനൈസേഷൻ. എല്ലാ സർക്കാരുകളെയും എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും അവർ അട്ടിമറിച്ചു. ഇതിന്റെ എല്ലാം കാരണക്കാരൻ 200 വയസ്സുള്ള രാക്ഷസൻ സുപ്രീം യാസ്കിൻ. സോറി, കഥ മാറിപ്പോയി. ലോകം ഇപ്പോ ഓർഗനൈസേഷന്റെ കീഴിലാണ്. അവരുടെ ഏറ്റവും വലിയ ആയുധം ടൈം ട്രാവൽ ആണ്. അതിനായി തന്നെ അവരുടെ കയ്യിൽ ഒരു വസ്തു ഉണ്ടായിരുന്നുവെന്ന് നിഗൂഢമായ ഒരു അപൂർവ ശില അഥവാ നക്ഷത്ര പൊടി എന്ന് വിളിച്ചു. ബട്ട് ഇപ്പോൾ നിങ്ങൾ പാക്കുന്ന കഥ ഒരു ഫ്യൂച്ചറിൽ നടക്കുന്നതാണ്. ഫ്യൂച്ചറും പാസ്റ്റും പ്രസന്റും ഒക്കെ ഒരു കൈത്തറി പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയാണ് നമ്മളെ ഈ സിനിമ കാണിച്ചു തരുന്നത്. എന്നൊന്നും ഞാൻ പറയില്ല, അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആൻഡ് റോക്കറ്റ് സയൻസ് ഒന്നും ഈ സിനിമയ്ക്കകത്ത് ഇല്ല. പക്ഷെ ഒരു ചെറിയ കുഞ്ഞാടിൽ നിന്നും സിനിമ വളർന്നു വലുതായി ഒരു കോംപ്ലിക്കേറ്റഡ് മുട്ടനാടായി മാറി. സോ ബേസിക്കലി എല്ലാരും ഇപ്പോ ആ സ്റ്റാർഡസ്റ്റിന്റെ പുറകെയാണ്. അതാണെങ്കിൽ ഇപ്പോ ഉള്ളത്. പടം തുടങ്ങുമ്പോൾ ആടിന്റെ മുഷുടി മണം കുറഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സിനിമ KSCB ആകുന്നുണ്ട്. ചിരിവരും പോകും, ചിരിവരും വരും പോകും. നർമ്മം നന്നേ അലസമായാണ് പടത്തിൽ ചെയ്തു വെച്ചേക്കുന്നെങ്കിലും പടം ഓടിക്കേറിയത് 100 കോടിയാണ്. സോ പണം പണ്ട് കിട്ടിയ $10 ലക്ഷം ഡോളറായ കാരണം അമേരിക്കയിൽ പോയി മാറി. രക്ഷപ്പെടാനുള്ള തന്ത്രപ്പാടിലാണ് പാപ്പനും ടീമും. പാവങ്ങൾക്കുണ്ടോ അറിയുന്നത്? യൂസഫ് അലി കാക്കയുടെ ലുലു എക്സ്ചേഞ്ച് കൊടുത്ത് ഇന്ത്യൻ കാശാക്കിയാൽ പോരെ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ആടി സിനിമയിൽ ലോജിക്ക് നോക്കണടാ തെണ്ടിന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും തിരിച്ച്. ബട്ട് എല്ലാവർക്കും പോകാൻ വിസ റെഡിയാക്കുമെങ്കിലും ക്യാപ്റ്റൻ ക്ലീറ്റൻസിന് പോകാൻ പറ്റൂല. ഞങ്ങളെ പോലെ 10ാം ക്ലാസ് തോറ്റ സർട്ടിഫിക്കറ്റ് നിനക്കില്ലല്ലോ. പോകാൻ നിർത്തിയപ്പോ 3ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയില്ലേ? നിരക്ഷരവാദിയായ അദ്ദേഹത്തിന് സങ്കടമാകുമെങ്കിലും അപ്പോഴാണ് പാപ്പനെ തിരക്കി പാപ്പന്റെ സഹോദരിയുടെ വരവ്. പെണ്ണാണെങ്കിൽ ഇച്ചിരി കുറുമ്പ. സിനിമയ്ക്കകത്തുള്ള അവൾക്ക് പോലും അറിയാം ക്ലീറ്റൻസ് ഒരു മണ്ടനാണെന്ന്. ട്രംപിനോട് പറയുന്നു, this is your dollar, give me Indian money. ഇനി എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ I'm a tourist എന്ന് പറഞ്ഞാൽ شو تيروريست؟ تيروريست يعني سياحة. توريست ടെററിസ്റ്റ് കോമഡിക്കൊക്കെ ഒരു ചാക്കാലമാകാൻ കിട്ടും. എന്തായാലും ട്രംപ് പറഞ്ഞ സ്ഥലത്തേക്ക് ശരിക്കും അവന്മാര് ട്രംപിനെ എങ്ങനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ സെറ്റപ്പ് ആയനല്ലേ. അല്ല, ഒരു മലയാള സിനിമയിൽ ട്രംപ് ഒക്കെ വരണു എന്ന് പറയുന്നത് അത് അമേരിക്കക്ക് തന്നെ ഒരു അഭിമാനമല്ലേ? അല്ല, നിർബന്ധമില്ല, ആമാർക്ക് വേണമെങ്കിൽ. അപ്പൊ നമ്മളെ ചിരിപ്പിക്കാൻ ക്യാപ്റ്റൻ നേരെ കോമഡി സ്റ്റാർസിന്റെ പ്ലാറ്റ്ഫോം ആണെന്ന് കരുതി ബാഗ് നിറയെ കള്ള ഡോളറുമായി പൊളിറ്റീഷ്യൻ റോഡിൽ തന്നെ വെച്ച് കാണിച്ചു കളയാന്നും പറഞ്ഞ് അവിടെ ചെന്നൊരു മൺചട്ടി കോമഡി. എന്തായാലും ഇവനെ കണ്ട മാതിരി ഇവനെ വട്ടാണെന്ന് പറഞ്ഞു പോലീസ് ഇവനെ പിടിച്ചോണ്ട് പോകും. ബട്ട് കൂട്ടത്തിലൊരു കാക്കയ്ക്ക് എറികൊണ്ട കൂട്ടമായി വന്ന് പണിതരുന്ന ക്ലെവർ കാക്കകളെ പോലെ പാപ്പന്റെ ടീം ചപ്പാത്തി 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 പൊറോട്ട സാമ്പാർ. ഉന്നെ ഇங்கே പുതച്ചിരുവാൻ അപ്പൻ്റെ അടുത്ത് പറയുന്ന പോലെ പാപ്പന്റെ അടുത്ത് പറഞ്ഞ എന്റെ പെടലേക്ക് മേലെ തല കാണുക. പാപ്പൻ കലിപ്പായ പിന്നെ അറിയല്ല പാപ്പന്റെ വക. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? അതിനകത്ത് കിടന്ന് ക്ലീറ്റസ് ചാകാത്തത് ഭാഗ്യം. ആന്നില്ലേ, ഏതോ ഒരുത്ത് അവിടെ നിക്കണുണ്ട്. അവ എന്തിനാണ് ഇതിനകത്ത്? ഇവൻ പടത്തിലെ മൂങ്ങയുടെ അനിയനാണ് അത്രേ. അല്ല, മൂങ്ങ അവിടെ പറന്നു ഈ സിനിമയിൽ കാണാനില്ലല്ലോ. കറിവേപ്പിലേക്ക് പോലും കറിയിൽ എന്തെങ്കിലും ചെയ്യാൻ പണിയുണ്ട്. ഇവൻ ഈ പടത്തിൽ ഒരു കാര്യമില്ല. എന്തിനാണാവോ? അങ്ങനെ ഇവരെ രക്ഷിച്ച് പോണ വഴിക്ക് പാപ്പനൊരു കിനാസ്വപ്നം കണ്ട് വീഴും. വീണിട്ട് എണീക്കുമ്പോ കൊതിയം പോലീസ് പുറകെ വന്ന് അവന്മാരെ പിടിച്ചെന്ന്. സാറേ, അപ്പൊ നമ്മൾ എങ്ങനെ നേരെ ആശുപത്രി പോയിട്ട് സ്റ്റേഷനിലേക്കാന്നോ
അത് നേരെ സ്റ്റേഷനിലേക്കാന്നു. ക്ലേറ്റുന്റെയും പാപ്പന്റെയും മോന്ത കണ്ടത് ബുദ്ധിമാനായ ജഡ്ജിക്ക് മനസ്സിലാകും. இந்த பயலுக்கு பண்ண முட்டாள்தனத்துக்கு அந்த கேரளா பசங்க வேணா சகிச்சுட்டு போட்டயா, நம்ம சகிக்கணும், நமக்கு என்ன தலையெழுத்து. അതുകൊണ്ട് അവന്മാരെ കടന്നു പൊക്കോളാൻ പറയും. വളരെ ഉപകാരം ആവുന്നേ. Me gustan los aviones, me gustas tú. Me gusta viajar, me gustas tú. Me gusta la mañana. ബട്ട് ഇപ്പൊ സേവിയർ റച്ചൻ ഇങ്ങനെയല്ല. ഇതിപ്പോ ആന്തട യോമാർക്ക് ബീജിയം ഇല്ലേ? എന്നാ ഞാൻ തരും ബീജിയം. അങ്ങനെ ഫ്രണ്ട്സിലെ ജയറാമായിരുന്ന സൈമന്റെ മുന്നിൽ ഒരു കടലാസിന്റെ രൂപത്തിൽ എൽ ഡൊറാഡോ വന്നെത്തി. സോ ഇവിടെ ഒരു പാലം പണിയുന്ന മേശരിയാണ് നമ്മുടെ സർബത്ത് ഷമീർ. ഇനി ഈ കാലഘട്ടത്തിൽ വാട്ടർ സായിപ്പ് ഉണ്ട്. പേര് ശ്രദ്ധിക്കണം, വാൾട്ടർ സായിപ്പിന് അവര് വാട്ടർ സായിപ്പ് എന്നാക്കി. നല്ല പുതുമയുള്ളൊരു പേരാണ്. ഇതേ കാലഘട്ടത്തിൽ കാര്യസ്ഥനായി നമ്മുടെ ക്യാപ്റ്റൻ ക്ലീറ്റസും ഉണ്ട്. പണ്ട് പാലമൊക്കെ പണിയുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വക പകുതി ഫണ്ടും ആ നാട്ടിലെ നാട്ടുരാജാവിന്റെ വക പകുതി ഫണ്ടും എന്നാണല്ലോ ഒരു പ്രമാണം. സോ പാലം പണിക്ക് നികുതി പിരിക്കാനായി അവിടെ നമ്മുടെ ക്യാപ്റ്റൻ ക്ലീറ്റസ് എത്തുമെങ്കിലും അതിനൊരു മുടക്കം. ഈ വലിയ കേളുവിന്റെ വലിയ കേളു കുഴിയിൽ നിന്ന് കയറി വന്ന് കാര്യസ്ഥന്റെ മോന്ത കെട്ടി. ഇനിയാണ് ഈ കാലഘട്ടത്തിലെ ഷാജി പാപ്പന്റെ എൻട്രി. പതിവ് പോലെ എന്തെങ്കിലും ഒരു കോൺക്രീറ്റ് കോമഡി വേണ്ടേ? അരിസ്റ്റന്റെ മുഖത്തടിച്ച് കേളവിന്റെ മുന്നിലേക്ക് ഉറുമി വീശിയ രാജൻ മരക്കഷ്ണം നടുവിൽ വീണ് നിതംബലസ്ഥനായി മാറും. ഈ നടുവേദന നമ്മൾ കണ്ടതല്ലേ. ഒടുവിൽ വൈദ്യനെ വിളിക്കാൻ രാജന്റെ ഭാര്യയെ 7 ജന്മം ടൂൺ ചെയ്ത സർ സാരഥിയോട് വരാൻ പറയും. സാരഥി അതുവഴി അങ്ങ് പോയി. ഇനി പടനായകന്റെ എൻട്രി. പുള്ളി വന്നത് രാജന് വേണ്ടി ചുങ്കം പിരിക്കാനും അവിടെയുള്ള ലോക്കൽ കള്ളനെ പിടിക്കാനുമാണ്. ടവർ ലോകൊക്കെ പ്രതീക്ഷയൊക്കെ അപ്രത്യക്ഷ കാര്യങ്ങൾ. ടിപ്പുവിന്റെ പടനായകൻ. ഇപ്പോ പി ശശി മന്ത്രിയാണ്. അറിയാലോ, പി ശശി മണിയാശാന്റെ ഒരു ആവിഷ്കാരമാണ്. ഇതിലെ ചില ഡയലോഗൊക്കെ റിയൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയതാണ്. സർക്കാരിന്റെ കയ്യിൽ നിന്ന് ക്ഷേമ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളൊക്കെ മുളതെട്ടാതെ വാങ്ങി തിന്നിട്ട് നാണമില്ലാതെ മാറ്റിക്കുത്തി ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നല്ലാതെ നന്ദികേടല്ല, നല്ല അനുകൂലമാണോ? മണിയാശാനെ സ്മരിച്ച് മാപ്പറക്കിട്ട് ചാമ്പിയ പി ശശി നേരെ റൂമിലേക്ക് ചെല്ലുമ്പോ അതാ സാത്താൻ സേവർ 2 കല്ല് കൊടുക്കണം. താൻ ഈ കല്ല് കൊടുത്തിട്ടൊരു പാലം പൊളിക്കാൻ ആവശ്യപ്പെടും. അതിപ്പോ കല്ലിട്ട് ആര് കണ്ണാടി നോക്കിയാലും ചെകുവേരും ചന്ദ്രബോസും ആയിട്ട് തോന്നും. സ്വാഭാവികം. ഇനി നമ്മുടെ ഷമീറിന്റെ എൻട്രി. എനിക്ക് ഏറ്റവും ഇഷ്ടം ഷമീറിന്റെ ബീജമാണ് ഈ സിനിമയിൽ. അങ്ങനെ കോമിക് ലെവൽ ഇങ്ങനെ കഥ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പാപ്പൻ നമ്മളെ ചിരിപ്പിക്കാൻ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. ആക്ച്വലി പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കോമഡി, പഴയ പോലെ തഗ്ഗും പഞ്ചുമൊന്നുമില്ലാത്ത ഡയലോഗ്സും വീട്ടു പ്രേക്ഷകർക്ക് പോലും കണക്ട് ചെയ്യാൻ പറ്റിയിരുന്ന ആടിലെ സിമ്പിൾ കോമഡികളെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടൈം ലൈൻ ഒക്കെ കുത്തിക്കയറ്റി ഇച്ചിരി ഒന്നും മാറ്റി വലിയ സ്കെയിൽ ആക്കിയപ്പോ ആക്ച്വലി അതിന്റെ എസെൻസ് അങ്ങ് കുറഞ്ഞ കോമഡിയുടെ നിലവാരമൊക്കെ താഴ്ന്നത് പോലെ ഫീൽ ചെയ്തു. അതായിരിക്കണം ഈ പടത്തിന് മിക്സഡ് അഭിപ്രായം ഒരുപാട് വന്നത്. പാപ്പന്റെ പെണ്ണ് പോയ സങ്കടത്തിലെ അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തപ്പോ മാല അടിച്ചു മാറ്റിയ പാപ്പന്റെ കർണക്കുറ്റി അമ്മ പോയി. പാപ്പനാണെങ്കിൽ ഈ പടത്തിൽ മൊത്തം ഊക്ക്. കടയിൽ ചെന്ന് ചായ കുടിച്ച അവിടെ ഒരു ഊക്ക്. പാപ്പനാണ് ഈ പടത്തിലെ ഊക്ക് വണ്ടി. അങ്ങനെ ഊക്കും മേടിച്ച് കിളിപാറിയ പാപ്പൻ സമയം ശരിയാണോ എന്നറിയാനായി ഒരു മാജിക് വാദിയെ കാണാൻ പോകും. ശരിക്കും ഇവിടെയുള്ള കുറച്ച് കോമഡി സീനൊക്കെ നന്നായി വർക്കായി. ഞാൻ കരു നീക്കിയായിരുന്നു കേട്ടോ. ഇനി മന്ത്രവാദിയുടെ കളിയാ.
സംഭവം അസം ഖാൻ ടിപ്പുവിന്റെ പടനായകൻ ഈ നാട് കണ്ണുവെച്ചത് കാരണം രോഹിംഗ്യൻ അഭയാർത്ഥികളെ പോലെ അവർ പലായനം ചെയ്യുകയാണ്. അസം ഖാനോട് പിടിച്ചു നിൽക്കാൻ അന്ന് ബ്രിട്ടീഷുകാർക്ക് പോലും സാധിക്കില്ല. കാരണം അന്നത്തെ ന്യൂക്ലിയർ മിസൈലായ മൈസൂർ റോക്കറ്റ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ഏകദേശം 2 കിലോമീറ്റർ ദൂരെ വരെ സ്ഫോടനം സൃഷ്ടിക്കാൻ ശേഷിയുള്ള റോക്കറ്റുകൾ, ഇന്നത്തെ ബാലിസ്റ്റിക് മിസൈൽ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അന്നേ ടിപ്പുവിന്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് കേട്ടോ. ഇത്രയും കഥ കേട്ട് ആസ്വദിച്ചിരിക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ ഒരു ചലനം ഉണ്ടാക്കാൻ വേദികം വന്ന ഒരു ഐറ്റം ഡാൻസ്. നമ്മൾ നിഖില വിമൽ വരുമെന്നൊക്കെയാണ് വിചാരിച്ചത്. വന്നത് വേദിക. പിന്നെ വേദികയെങ്കിൽ വേദിക. അസം ഖാന്റെ വരവടെ പലായനം ചെയ്യാൻ നിന്ന മനുഷ്യർക്കിടയിലൂടെ നുഴഞ്ഞുകയറി രക്ഷപ്പെടാൻ അബു അല്പം ചർമ്മം കളയും. ബട്ട് അസം ഖാൻ കാരണം നാട് വിടാൻ നിന്ന വറീദ് മേശരിക്ക് രാജൻ പണം കൊടുത്തിട്ട് പറയും പണി തുടങ്ങി പാലം പണി പൂർത്തിയാക്കാൻ. സോ അന്ന് നല്ല ഉഗ്രം പേവോട്ട് കൊടുത്ത് രാജൻ പണിയിച്ച പാലം ഇന്ന് പൊളിക്കാൻ PP ശശി മാപ്പള മുന്നിൽ ഈ സാധനം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ആ പാലം പൊളിക്കാൻ വിധി വരുന്നു. പൊളിച്ച പാലത്തിന്റെ അവശിഷ്ടം പറുക്കി വിറ്റ് ജീവിക്കാൻ സ്ക്രാപ്പ് ബിസിനസിന്റെ ടെൻഡർ എടുത്തേക്കുന്നത് നമ്മുടെ പാപ്പനാണ്. ശരിക്കും ഈ പാലത്തിന്റെ അടിയിൽ എവിടെയാണ് ആ സ്റ്റാർ ഡസ്റ്റ് ഉള്ളത്? ശരിക്കുമില്ല, ഈ പടം കണ്ടപ്പോ എനിക്ക് തോന്നിയത് എന്തിനാണ് ഇവരെല്ലാം കൂടി ഈ സാധനത്തിന്റെ പുറകെ നടക്കുന്നത് എന്നാണ്. ആട് 1-ലും 2-ലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. നീലക്കൊടുവേലി, കമ്മട്ടം, ഇത് കയ്യിൽ കിട്ടുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകുമെന്ന് അറിയാൻ നമുക്ക് സാധിക്കും. ആ ഒരു മോട്ടീവിന് വേണ്ടിയാണ് ഇവരെല്ലാം അതിന് പുറകെ നടക്കുന്നത്. ബട്ട് ഈ പടത്തിൽ ആക്ച്വലി ഈ സാധനം കിട്ടിയത് കൊണ്ട് ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഇതുകൊണ്ട് എന്ത് മാറാനാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. മേ ബി ഇതിന്റെ അടുത്ത ഭാഗം വരുമ്പോഴായിരിക്കും നമുക്ക് ഇതെല്ലാം കണക്ട് ആവുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ആഡ് 3 ഒരു വലിയ വിഭാഗം അതിന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നത്. സോ ഈ രാജൻ പാപ്പന്റെ കയ്യിലാണ് സ്റ്റാർ ഡസ്റ്റ് ഉള്ളത്. ഇത് തലമുറകളിൽ നിന്ന് കൈമാറ്റം കിട്ടിയ നിധിയാണത്രേ. സോ ഈ പാലത്തിലാണ് രാജൻ മറ്റുള്ള ആർക്കും കിട്ടാതിരിക്കാൻ, പ്രത്യേകിച്ച് അസം ഖാന്റെയൊക്കെ കയ്യിൽ കിട്ടാതിരിക്കാൻ അന്ന് ആ പാലത്തിൽ കുഴിച്ചിടുന്നത്. ശരിക്കും ഈ പടത്തിൽ ഇത് ഈ പെണ്ണിനെ കണ്ട പുതിയ കാലഘട്ടത്തിലും പഴയ കാലഘട്ടത്തിലും ഈ പെണ്ണ് മാരക ആക്ടിംഗ് ആണ്. പണ്ട് പാലം പണി പൂർത്തിയാക്കിയ വറീദ് മാപ്പിളാക്കി ഡ്യൂഡ് ഗിഫ്റ്റ് കൊടുക്കും. ചെത്ത് പയ്യന്മാർ പടനായകൻ അസം ഖാനെ കാണാൻ കപ്പപ്പഴവുമായി ചെല്ലും. ബട്ട് ഓൾറെഡി ഇവന്മാർ രാജാവിന്റെ ചിങ്കിടുകളാണെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കി അസം ഖാൻ. മാത്രവുമല്ല ഓൾഡ് വെർഷൻ PP ശശി രാജാവിനെ ഒറ്റ അസം ഖാൻ രാജാവുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും. തല തിരിഞ്ഞ അസം ഖാൻ ശശിയെ കുഴിച്ചിട്ട് സംഘഭക്ഷണം തെറിപ്പിക്കും. പിന്നെ ഡ്യൂഡ് ഈ കാലഘട്ടത്തിൽ പിച്ചച്ചട്ടിയാണല്ലോ. അവിടേക്ക് ഒരു ദൂതനെ പോലെ വന്ന സെമൻ പാപ്പന്റെ കയ്യിലെ കോളിനെ കുറിച്ച് പറയും. ഡ്യൂഡ് ഇപ്പൊ ഇവിടെ തമിഴിന്റെ അടുപ്പാവട കഴിവ് ജീവിക്കുകയാണല്ലോ. ചെറിയൊരു വെക്കേഷൻ വേണമെന്ന് ചോദിക്കുമെങ്കിലും പുറത്തു പോകുമ്പോ ഡ്യൂഡിന്റെ ചെട്ടിക്കുള്ളിൽ ജിന്നിനെ വെച്ചുവിടും. അങ്ങനെ ആ മഹാസംഭവത്തിന്റെ ദിവസം വന്നെത്തുകയാണ്. അവിടെ പാലം തകർക്കപ്പെടുന്ന നാടകീയമായ രംഗങ്ങൾ അരങ്ങേറുമ്പോൾ അതിനകത്തിരിക്കുന്ന പെട്ടിയുമായി പോളി സീനാണ്. ആക്ച്വലി ഡ്യൂഡിന്റെ എൻട്രി ഒട്ടും പ്രതീക്ഷിക്കാതെ തിയേറ്ററിൽ കിട്ടിയ ഒരു ഹൈപ്പ് സാധനമാണ്. ബട്ട് ആകാശത്തൂടെ പറന്നുപോയ ഡ്യൂഡിന്റെ പാപ്പന്റെ ചേട്ടൻ കൊക്കിനെ വെടിവെച്ചിടുന്ന പോലെ വെടിവെച്ചിടും. ഇതേ സമയം തന്നെ ഈ ടൈമിലുള്ള മറ്റേ പെണ്ണും ഇതേ സാധനം തേടി വരും. തേടി വന്ന് അവളുടെ കാലിൽ ഷെമീർ ചുറ്റും. പിന്നെ അറിയാല, പിന്നെ എല്ലാരും കൂടി പെട്ടിക്ക് ചുറ്റും കിടന്ന് മരണ ഓട്ടം. പോയവരും വന്നവരും നിന്നവരും എല്ലാരും കൂടി ഒരു നിധിക്ക് പുറകെ കിടന്ന് ഓട്ടം, പുകം, മണം, നാറ്റം. ചേസിനൊടുവിൽ പ്രസന്റ് ഡേ ഡ്യൂഡ് ആൻഡ് പാപ്പൻ സ്റ്റാൻഡ് ഓഫ്. പഴയ കാലഘട്ടത്തിൽ അസം ഖാൻ ആൻഡ് രാജാവ് സ്റ്റാൻഡ് ഓഫ്. അപ്പൊ തന്നെ അവിടെ ഇരുന്ന് മറ്റേ സ്റ്റാർ ഡസ്റ്റ് അങ്ങ് ആക്റ്റീവ് ആകും. അതോടെ പ്രസന്റിൽ ഉണ്ടായിരുന്ന ഡ്യൂഡ് പാസ്റ്റിൽ അസം ഖാന്റെ സമയത്തിലോട്ടും അവിടെ ഉണ്ടായിരുന്ന മണ്ടം പാപ്പ രാജാവ് പ്രസന്റ് ടൈമിലോട്ടും വരും. ആകെ മൊത്തം കോലാഹലം ആകും. അല്ല, ഇത് ഏതിനും ആട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏതോ ഒരു തരം മുട്ടനാട്. ശരിക്കും ആട് ഫസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട ആളാണ് ഞാൻ. അന്ന് തിയേറ്ററിൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിരുന്ന് കണ്ട് പൊട്ടിച്ചിരിച്ച ഈ സിനിമ അന്നേ തിയേറ്ററിൽ ആള് കുറവുള്ള സമയത്ത് തിരിഞ്ഞും മറിഞ്ഞും നോക്കിയപ്പോൾ മിക്ക ഉള്ളവരും പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് തിയേറ്ററിൽ പരാജയമാണെന്ന് പിന്നീടാണ് അറിയാൻ സാധിച്ചത്. പിന്നീട് ടെലിവിഷനിലൂടെയും മറ്റും ഹിറ്റായി മാറിയ ആട് ഒരു വലിയ സംഭവം തന്നെയായി മാറി. ഇതിലെ ഓരോ ഡയലോഗ്സും BGM ഒക്കെ നമുക്ക് മനപ്പാടമാണ്. വെറും ഒരു ഷോർട്ട് ഫിലിം ആക്കാനിരുന്ന കഥ ഇപ്പൊ 3ാമത്തെ ഫ്രാഞ്ചൈസിൽ വന്ന് നിൽക്കുമ്പോൾ ടിപ്പു സുൽത്താന്റെ കേരളത്തിലെ വരവ്, അവിടെ ടിപ്പു സുൽത്താൻ തോറ്റതായി അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം കാരണം പിൻവാങ്ങിയതായി ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കഥയായിരിക്കണം എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. എന്തായാലും പാസ്റ്റിലെ പാപ്പൻ രാജാവ് കേരളത്തിൽ ടിപ്പുവിനെ തോൽപ്പിച്ച നാട്ടുരാജാവിന്റെ എന്തെങ്കിലും തരത്തിലുള്ള കോപ്പി ആവാനാണ് സാധ്യത. മാത്രവുമല്ല എന്റെ ക്രെഡിറ്റ് സീനിൽ യുദ്ധം ചെയ്യുന്ന പാപ്പനെ കാണാം. ബട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ അബുവിന്റെ വാ ഒന്ന് നോക്കിയാൽ
കണ്ടോ, ശരിക്കും രാജൻ എന്നല്ലേ പറയണ. പക്ഷെ ഷാജി പാപ്പൻ ലുക്ക് വിളിക്കുന്നത് പാപ്പൻ, വായ പോകുന്നത് രാജൻ. എന്താണ് ഒരു ഫ്യൂഷൻ? എന്തായാലും ഇതിന്റെ അടുത്ത ഭാഗത്ത് ഇതിനെല്ലാം ഉത്തരം ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. സോ എന്താണ് നിങ്ങൾക്ക് ആടിനെ പറ്റിയുള്ള അഭിപ്രായം? വളരെ സിമ്പിൾ ആയ കഥയെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കിയോ? അതുകൊണ്ടാണോ വിമർശനങ്ങൾ വന്നത്? മാത്രമല്ല ചില കോമഡികളൊക്കെ കുറുക്കി കൊണ്ടില്ല എന്നും പറയാം. എന്തായാലും നമുക്ക് ആട് 3 കാക്കാമല്ലേ. നമുക്ക് മറ്റൊരു നിഗൂഢമായ സിനിമയുമായി. അപ്പോൾ ശരി ഗൈസ്, വീണ്ടും കാണാം. എല്ലാം പറഞ്ഞ പോലെ നമ്മൾ ഇനിയും കാണും.